ലോകത്തിലുള്ള എല്ലാ ആളുകളും അധാർമികരോ കുറ്റവാളികളോ ആയി നമുക്ക് കണക്കാക്കാനാവില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജി, മദർ തെരേസ, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ ലോകത്ത് പലയിടങ്ങളിൽ നിന്നും മനുഷ്യ ചരിത്രത്തിൽ നന്മകളുടെ പ്രതീകങ്ങളായി മാറാറുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊരു രക്ഷ ബൈബിൾ പ്രകാരം ആവശ്യമാണോ? തീർച്ചയായും ആവശ്യമാണ്. കാരണം ആദാമിൻ്റെ മക്കളായി ജനിച്ചതുകൊണ്ട് സകല മനുഷ്യരും ദൈവവും പാപികളാണ്. ഒരാൾ പാപിയാകുന്നത് അയാളുടെ തിന്മപ്രവൃത്തികൾ കൊണ്ടല്ല, ആദാമിൽ ജനിച്ചപ്പോൾ വന്ന ഒരവസ്ഥയാണ് പാപി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ മനുഷ്യരുടെ മുമ്പിൽ എത്ര നല്ല ക്ലീൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാലും അയാൾ ആദാമിൻ്റെ സന്തതി പരമ്പരയിൽ ജനിച്ചതുകൊണ്ട് അയാൾക്ക് ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അത്യാവശ്യമാണ്. ദൈവത്തോടുള്ള തകർന്നുപോയ ബന്ധം പുനഃസ്ഥാപിക്കണം. അതിന് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റു വഴികളില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് എത്ര നല്ലവരാണെന്ന് തോന്നുന്നവരും രക്ഷിക്കപ്പെട്ടേ മതിയാകൂ. അതാണ് വേദപുസ്തകത്തിൻ്റെ സത്യം.